കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനം അനുഗ്രഹത്തിൻ്റെ ദിനമാകാൻ പോകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിക്കുന്ന നമുക്ക് ഈ കൃപയുടെ വലിയൊരു അഭിഷേകം ലഭിക്കാനായി നമുക്ക് ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം വിട്ടുകൊടുക്കാം. നമ്മുടെ എല്ലാ വേദനകളുടെയും സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും പൈശാചികതകളുടെയും ഒക്കെ നടുവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം, അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവ് നമ്മെ പൊന്നുപോലെ കാത്തുകൊള്ളും. തിന്മയുടെ ശക്തികൾ നമുക്ക് മോചനം തരും. സാത്താനൊരു സൈന്യം നമ്മെ വിട്ടുപോയിക്കൊള്ളും. ഒന്നും പേടിക്കണ്ട. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ പങ്കുചേരാം. ഈ ദിവസത്തെ അഭിഷേകമാക്കണമേ. കർത്താവ് ഞങ്ങളുടെ വചനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നതിനോട് നന്ദി പറയുന്നു. എളിമയോട് ഞങ്ങൾ വന്നിരിക്കുന്നു. ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ വലിയ കൃപയോട് നന്ദി പറഞ്ഞു ദൈവമേ. കർത്താവ് ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം, ദുഃഖം, സങ്കടം, പ്രതിസന്ധി, അസ്വസ്ഥത മുഴുവൻ ഏറ്റെടുക്കണം കർത്താവെ. മുറുകെ പിടിക്കണം കർത്താവെ. ഞങ്ങളെ വട്ടം പിടിക്കണം കർത്താവെ. കൈവിടരുതേ കർത്താവെ, ഞങ്ങളെ കൈവിടരുതേ. അടുക്കിലേക്ക് വേഗം വരണേ, കാത്തുകൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോവുക, പ്രത്യേകം അനുഗ്രഹിക്കാൻ പോവുക. അതിന് പറ്റിയ വലിയൊരു വചനം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. വചനം വായിക്കുകയാണ്. സങ്കീർത്തനം 70 1-5 വരെയുള്ള വചനം. സങ്കീർത്തനം 70 മുഴുവനോട് വായിക്കുക. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അവമാനിതരായി പിന്തിരിയട്ടെ. ഹാഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവേ, വൈകരുതേ. ഇതൊരു നല്ലൊരു വചനമാണ്. കർത്താവിന് നന്ദി പറയാം. നമുക്ക് തന്ന ഈ നല്ല വചനത്തോട് നന്ദി പറയാം. ഈ വചനം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങൾ ധ്യാനിക്കും. ഇതൊരു ശക്തിയുള്ള വചനമെന്നറിയാമോ? ശരിക്കും പൈശാചിക ബന്ധനങ്ങളിലൊക്കെ കഴിയുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ പ്രാർത്ഥിക്കേണ്ട വചനമാണിത്. പൈശാചിക ബന്ധനങ്ങൾ കഴിയുന്ന വ്യക്തികൾ, കുടുംബങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ശരിക്കും പ്രാർത്ഥിച്ചു, ഇപ്പം തന്നെ പ്രാർത്ഥിച്ചു. ഈ വചനം തുറന്നു വെച്ച് വായിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ബന്ധനഴിയും കെട്ടഴിയും. നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ പറ്റും. വചനം ഇതാണ്. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. മോചിപ്പിക്കാൻ അവനറിയാം. ബന്ധനത്തിലെ കഴിയുന്നറിയാം. നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. എൻ്റെ കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനമുണ്ടോ? എൻ്റെ മേലുണ്ടോ? നമ്മുടെ ജീവിതം ആത്മീയ ശുശ്രൂഷയുടെ മേലുണ്ടോ? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഭൗതിക മേഖലകളുണ്ടോ? ഈ ബന്ധനമുണ്ടോ എന്ന് അറിയണം. അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണേ. കർത്താവേ, എന്നോട് ദയ തോന്നണം. അങ്ങ് വന്നാലേ എനിക്ക് മോചനം കിട്ടുകയുള്ളൂ. അങ്ങ് ഇടപെടണം. നമുക്കറിയാം ലൂക്കാ സുവിശേഷത്തിൻ്റെ 4, 18, 19, 20 വചനം നമുക്കറിയാവുന്ന വചനം, വലിയ വചനം. ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഈശോ വരിക. ദൈവമക്കളുടെ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുത്തുകൊണ്ട് ആ ചരിത്രത്തിൻ്റെ പൂർണ്ണതയിൽ യേശു മിശിഹായെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മളോട് കരുണ കാണിച്ചിരിക്കുന്നത് കർത്താവ് വന്നിരിക്കുന്ന അതിനു വേണ്ടിയാ, ബന്ധനത്തിൽ നിന്ന് മോചനം തരാൻ വേണ്ടിയാ. കരഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്കിപ്പോൾ. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. പ്രാർത്ഥിക്കുക. ഏത് ബന്ധനമുള്ളത്, ഏത് ഘട്ട, നമ്മുടെ കുടുംബത്തിലുള്ളത്, നമ്മുടെ മക്കളിലുള്ളത്, നമ്മുടെ ജീവിത പങ്കാളിലുള്ളത്, നമ്മുടെ വസ്തുക്കളിലുള്ളത്, ഏത് തരം ബന്ധനമാണ് കണ്ടുപിടിക്കണം. ചിലർക്ക് പാപത്തിൻ്റെ ബന്ധനമാകാം, ചിലപ്പോൾ രോഗമാണ്, മുഴുവൻ കെടുതികളാണ്, തകർച്ചയാണ്, എന്തെന്നറിഞ്ഞുകൂടാ, മുന്നോട്ട് പോകുന്നില്ല, എല്ലാം ഉണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല, സന്തോഷമില്ല, സ്നേഹം കിട്ടുന്നില്ല. മക്കളെന്നൊക്കെ ഒത്തിരി പീഡനങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഒക്കെ അനുഭവിക്കും. ചില യുവാക്കൾ, യുവതികളൊക്കെ ഒത്തിരി വേദനിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കാണാം ഒരുപാട് വേദനിച്ച മക്കളാണ്, എല്ലാം മുറിവേറ്റ മക്കളാ, കരയുന്ന മക്കളാ. ആരോട് ചോദിച്ചാലും കണ്ണുനീരാണ്, സങ്കടമാണ്. എൻ്റെ മോനെ, നിനക്ക് വേദനയുണ്ടോ, മോളെ വേദനയുണ്ടോ ചോദിച്ചു ഉടനെ കരയാൻ തുടങ്ങും. അച്ഛോ, അതേ ഉള്ളൂ, ജീവിതം മുഴുവനും വേദനയാണ്. മനസ്സ് തുറന്ന് ഈശോയെ വിളിക്കണം. ഈശോ ജീവിക്കാൻ ദൈവമാ. 2-3 പേർ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വന്നിട്ട് നിന്നെ രക്ഷിക്കുന്നേ. ഈ കെട്ടഴിച്ചുവിടുന്ന ഈ ബന്ധനം അഴിക്ക് നിനക്ക് പൂർണ്ണമായി വിട്ടുതല കർത്താവ് തരും.
കർത്താവ് നിനക്ക് സമാധാനം തരും. നീ ഉള്ളുതെന്ന് വിളിക്കാൻ പഠിക്കണം. നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ സംഭവിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ അനേക കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ അങ്ങ് തുടരണം കർത്താവേ. അങ്ങ് വിളിക്കുന്നുണ്ട്. അങ്ങ് അവരുടെ ഭവനത്തിലേക്ക് കയറി ചെല്ലണം കർത്താവേ. അവിടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലണം കർത്താവേ. അവിടെ ജീവിതത്തെ ഇടപെടണം കർത്താവേ. സഖ്യയൂസിൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ആ വീടിനെയും ആ വീട് മുഴുവനെയും രക്ഷിച്ചതുപോലെ കർത്താവ് ഇപ്പം തന്നെ ഈ മക്കളുടെ കുടുംബങ്ങളെ അങ്ങ് മോചിപ്പിക്കണമേ, വിടുതൽ കൊടുക്കണമേ എന്ന് ഈശോയെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വീണ്ടും കർത്താവിൻ്റെ വചനം വരിക, ഹാഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അതെ, ലോകമുണ്ട്. ആത്മീയ ശുശ്രൂഷ മേഖലയൊക്കെ പോകുന്ന മക്കളും അല്ലാത്ത മക്കളൊക്കെ ഒരുപാട് പരിഹാസം അനുഭവിക്കുന്നു. എനിക്കറിയാം, ഒരുപാട് ജീവിതങ്ങൾ പരിഹസിക്കപ്പെടുക. ജീവിത പങ്കാളിയെ പരിഹസിക്കപ്പെടുന്നു. നിനക്ക് സംഭവിക്കേണ്ടതാ. മക്കളെ പരിഹസിക്കപ്പെടുന്നു. മാതാവ് അപ്പന് സംഭവിക്കേണ്ടതാ. അമ്മയ്ക്ക് സംഭവിക്കേണ്ടതാ. ഒരു വീഴ്ച കാണാൻ വേണ്ടി നോക്കിയിരിക്കുക. നീ ഒന്ന് വീടിന് കാണാൻ തുടങ്ങുക. സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുക. നിൻ്റെ മേഖല തകർച്ച ഉണ്ടാകാൻ വേണ്ടി നോക്കിയിരിക്കുക. ഒരു വീഴ്ച കാണാൻ, ഒരു വീഴ്ച, അവൻ വീട് നോക്കിയിരിക്കുക. ശത്രുവിനെ നോക്കിയിരിക്കുക. പറയണം, ഇങ്ങനെ ഹാഹാ എന്ന് പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സത്തരാകട്ടെ. കർത്താവിനെ ആശ്രയിക്കാനാണല്ലോ. നീ വീടിയല്ലെന്നേ, കർത്താവിനെ താങ്ങിക്കൊള്ളും. കർത്താവിനെ താങ്ങിക്കൊള്ളും. കർത്താവിന് രണ്ട് കരവും കൊണ്ട് കർത്താവിനെ പൊന്നുപോലെ കാത്തുകൊള്ളും. നീ നാണം കെടാൻ ദൈവം സമ്മതിക്കില്ല. നീ നാണം കെടാൻ തമ്പുരാൻ സമ്മതിക്കില്ല. കർത്താവ് വഴി തെളിച്ച് തരും, വഴി കാണിച്ചു തരും. കർത്താവ് പറയും, മോനെ പേടിക്കണ്ടടാ. അത് അതുപോലെ സഹനം വരികയാണെങ്കിൽ പറയും, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ഈ സഹനം നിന്നെ നിന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ല, നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ കൊല്ലാൻ വേണ്ടിയല്ല, നിനക്ക് രക്ഷ തരാൻ വേണ്ടുക, നിനക്ക് വലിയ അനുഗ്രഹം തരാൻ വേണ്ടിയാണ്. അവിടെ നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഹാഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അത് ഉറപ്പാ. ദൈവത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കും അവസാനം ഏറ്റവും വരെ സന്തോഷിക്കാൻ പോകുന്നവൻ. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടാം. അവസാനം വരെ ഇടയ്ക്കിട്ടിച്ച് പോയേക്കരുത്. സഹനമെന്ന് കുറച്ച് പോകും, അടുത്ത് ഇനി ഞാൻ പഴയ വഴിക്ക് പോവുക, പാവത്തിലേക്ക് പോവുക, എന്നൊന്നും കാര്യമൊന്നുമില്ല. പ്രാർത്ഥിച്ചിട്ട് ധ്യാനം കൂട്ട് കാര്യമൊന്നുമില്ല, ശുശ്രൂഷ പങ്കെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് പഴയ വഴി തന്നെ പോകാം. അങ്ങനെ പോയേക്കരുത്. അറിയാവുന്ന പോലും പോയേക്കരുത്. കർത്താവ് വരുന്നേ, കർത്താവ് പ്രവർത്തിക്കും. നമുക്കറിയാം, പത്രോസും മറ്റ് ശിഷ്യന്മാരും ഈശോയുടെ ഉയർപ്പിന് ശേഷം നമുക്കറിയാം അവർ സങ്കടപ്പെടുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, അവർക്ക് സംശയങ്ങൾ കയറുന്നുണ്ട്. ശരിക്കും ഈശോ ഉയർത്തെഴുന്നേറ്റ് തന്നെയാണോ, ഇത് ശരിക്കും ഭൂതമാണോ, ഇതെന്താണോ, അതുപോലെ തോന്നലാണോ ഒക്കെ ചിന്ത കാരണം ഇവരെന്ത് ചെയ്യുന്നു? പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. അവൻ വല എടുത്തുകൊണ്ട് ഇറങ്ങുന്നു, വള്ളം എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. അവൻ്റെ കൂട്ടത്തിൽ മറ്റ് ശിഷ്യന്മാരും കൂടെ പോകുന്നു. രാത്രി മുഴുവൻ പോയിട്ട് തിബേരിസ് കടലിൽ പോയിട്ട് അവർ ശരിക്കും പോയിട്ട് മീൻ പിടിക്കാൻ നോക്കി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ശരിക്കും നിരാശയുടെ നേരം വിളിക്കാറായപ്പോഴേക്കും, പ്രഭാതമായപ്പോഴേക്കും അവർ കരയിലോട്ട് വരുമ്പോഴേക്കാണ് അവർ കാണുന്നത് ഇത് ഈശോ കരയിൽ നിന്നുകൊണ്ട് വിളിക്കുക. ഈശോയാണ് അവർക്ക് മനസ്സിലാവുന്ന പോലില്ല. കാരണം ഈശോ നകന്നു പോകുന്നവർക്ക് എപ്പോഴും പ്രശ്നം ഈശോ വിളിച്ചാൽ പോലും അറിയില്ല. പാപത്തിൽ കഴിയുന്നവർക്ക് ഈശോ അടുത്ത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരിലൂടെയൊക്കെ, നമ്മുടെ അപ്പനോടെ അമ്മയിലൂടെ പള്ളിയിലോ അച്ഛനോടുകൂടിയൊക്കെ കർത്താവ് വിളിക്കും, മോനേന്ന് വിളിക്കും, മോളെ ഇങ്ങോട്ടല്ല പോകേണ്ടത്, ഈ വഴി ഇങ്ങനെ പോകരുത്, ഈ പോയാൽ നീ നശിക്കുന്നത്. ഓ, അച്ഛനാ പറയുന്നത്, ഈശോ പറയുന്നത് അറിയുന്നില്ല. പരിശുദ്ധാത്മ നമ്മളൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ജീവിതങ്ങളോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം അപ്പനോടും അമ്മയിലൂടെയും ഭാര്യയിലൂടെയും ഭർത്താവിലൂടെയും മക്കളോടും കൊച്ചുമക്കളോടും അയൽക്കാരിലൂടെയും സഭയിലൂടെയും ഒക്കെ കർത്താവ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കണമെങ്കിൽ നിനക്ക് പ്രാർത്ഥന വേണം, വിശുദ്ധി വേണം, വിശ്വാസം വേണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് കാണാൻ അറിയാൻ പറ്റും. ഇവിടെ പത്രോസിനെ അവർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അടുത്ത നിമിഷം വലിയ അത്ഭുതം ഉണ്ടായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ഈശോയാണ്. പെട്ടെന്ന് പത്രോസ് അടുത്ത് വരുന്നുണ്ട്. നമുക്കറിയാം, അവിടെ വെച്ച് ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുക. കർത്താവിൽ അകന്നു പോയവൻ തിരിച്ചു വരുമ്പോൾ അവർ സന്തോഷിക്കുക. കർത്താവിൽ അകന്നു പോകുമ്പോൾ തകർച്ച, കർത്താവിനോട് അടുത്ത് വരുമ്പോഴേക്കും പിന്നെ സന്തോഷം. കർത്താവിൻ്റെ അടുത്തായിരിക്കാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിൻ്റെ വഴിയിൽ നിന്ന് പോകുന്ന മക്കൾ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷിക്കാൻ പറ്റും. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. അതായത് ദൈവത്തിൻ്റെ രക്ഷയെ അന്വേഷിക്കുന്നവർ, ദൈവത്തിൻ്റെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനും പ്രാർത്ഥിക്കണം. അപ്പോഴും പറഞ്ഞു, ഞാൻ വലിയവനാണെന്ന് പറയരുത്. തമ്പുരാൻ്റെ മുമ്പിൽ ചിലപ്പോൾ എളിമപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ദരിദ്രനാണ്. തമ്പുരാനെ, ഞാൻ പാവപ്പെട്ടവനാണ്. എനിക്ക് ഒരുപാട് കുറവുണ്ട്, ഒരു വിഷമമുണ്ട്. പക്ഷെ നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു പേടിയില്ല. കർത്താവേ, നീ എന്നെ സംരക്ഷിക്കുന്നുണ്ടല്ലോ, അത് മതി. നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒന്നിനെ പേടിക്കേണ്ട കാര്യമില്ല. നീ എന്നെ പരിപാലിക്കും ദൈവമാ. നീ സർവശക്തനാണ്. നിനക്ക് അസാധ്യമായിട്ട് അതൊന്നുമില്ല. എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം നിനക്ക് പറ്റും, നിനക്ക് സാധിക്കൂ. അങ്ങ് പറഞ്ഞു കൊടുക്കണം. മനസ്സ് തുറന്ന് അങ്ങ് പ്രാർത്ഥിക്കണം. മനസ്സ് തുറന്ന് സംശയം കൂടാതെ അങ്ങ് വിളിക്കണം. എളിമയോട് പ്രാർത്ഥിക്കും. കള്ളത്തരം കാണിച്ച് കള്ളപ്രാർത്ഥന പറ്റില്ല. കള്ളപ്രാർത്ഥന കൊണ്ട് പോയാൽ ഒന്നും കിട്ടത്തില്ല. ഈ കള്ളപ്രാർത്ഥനക്കാർക്ക് ഒരു അഭിഷേകം കിട്ടാതെ പോകുന്നു. അവസാനം പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥത. ശരിക്കും അതിൻ്റെ കാരണം എന്താ? ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നമുക്ക് അനുതാപം കിട്ടും. അനുതാപം കിട്ടുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോ അനുഭവം കിട്ടുകയാണ്. വീണ്ടും പറയാം, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനോ, ദൈവമേ എൻ്റെ അടുത്ത്
വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവേ വൈകരുതേ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ വലിയ വേദനയിലാണ്. അവരിങ്ങനെ വേദന മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ചില കുടുംബങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ചില ഭാര്യ ഭർത്ത ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് മക്കളെ. ഈ തലമുറയിൽ പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ വൈകരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വരവ് അവിടെ താമസിച്ചാൽ അവിടെ തകർന്നു പോകാം, കുടുംബം തീർന്നു പോകും. ചില യുവാക്കളുടെ യുവതികളുടെ ജീവിതത്തിൽ കർത്താവ് പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിലൊക്കെ പെട്ടെന്ന് ഇടപെടാൻ പ്രാർത്ഥിക്കണം. വേഗം വരണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ വേഗം വരണേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു ദിവസം പോലും വൈകരുതേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് വരും, കർത്താവ് വന്നോളും. പക്ഷെ നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ശരിക്കും ചെയ്തുകൊണ്ടിരിക്കണം. ഈ തലമുറ പലതും തീരാൻ പോവുക, തകർന്നു പോകാൻ പോവുക, ഒറ്റപ്പെടാൻ പോവുക, ചില വിവാഹ ബന്ധങ്ങൾ വേർപെടാൻ പോവുക, ഭാര്യ നഷ്ടപ്പെടാൻ പോവുക, ഭർത്താവ് നഷ്ടപ്പെടാൻ പോവുക, ദാരിദ്ര്യം കയറി വീഴാൻ പോവുക, മക്കൾ കൈവിട്ട് പോകാൻ പോവുക, അപ്പനെ നഷ്ടപ്പെടാൻ പോവുക, അമ്മയെ നഷ്ടപ്പെടാൻ പോവുക, പല ജീവിതങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോവുക. ഈ അവസരത്തിൽ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവ് ഇടപെടും. രോഗികളെ പ്രാർത്ഥിക്കണം, ശരിക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികളും പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങ് തൊടണം, കർത്താവ് നിൻ്റെ ഹിതം അങ്ങ് തൊടണം, കർത്താവ് എങ്ങനെ പദ്ധതിയെങ്കിൽ തൊട്ട് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവ് ഇടപെടാൻ പോവുക. കർത്താവ് ഈശോയെ ഈ സമയത്ത് അങ്ങയുടെ മഹത്വത്തിൻ്റെ കരം നീട്ടണം കർത്താവെ. ബന്ധനത്തിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കർത്താവെ. പൈശാചിക ശക്തികളുടെ അടിമവേലിൻ്റെ കുടുംബങ്ങളുണ്ട്. തകർച്ചകളാണ് ചില കുടുംബങ്ങൾ കർത്താവെ, തടസ്സങ്ങളാണ് കർത്താവെ. മുന്നോട്ട് പോകുമ്പോൾ എല്ലാം തടഞ്ഞു പോവുക, ഒന്നും നേരെയാകുന്നില്ല, കഷ്ടപ്പെടുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്, കയ്യിൽ ഇഷ്ടം പോലെ പണം വരുന്നുണ്ട്, പക്ഷേ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയില്ല കർത്താവെ. എന്തെന്ന് അറിഞ്ഞില്ല ദൈവമേ, ആകെ തീർന്നു പോകുന്നു. തിന്മയുടെ ശക്തികൾ ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾ സന്തോഷം കിട്ടുന്നില്ല. കർത്താവെ നീ വേഗം ഇടപെടണം, വേഗം വരണം കർത്താവെ. ഞങ്ങളുടെ സമൂഹത്തിൽ ഇടപെടണം, ഞങ്ങളുടെ ദേശത്ത് ഇടപെടണം, ഞങ്ങളുടെ മക്കളിൽ ഇടപെടണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഇടപെടണം, ഞങ്ങളുടെ കുടുംബങ്ങൾ ഇടപെടണം. കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ കരം നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് അങ്ങല്ലാന്ന് വേറെ ആരുമില്ല. ഞങ്ങളുടെ അവസ്ഥ നീ അറിയുന്നുണ്ടല്ലോ. കർത്താവെ ഇടപെടണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ വചനം നമ്മുടെ ഹൃദയം സൂക്ഷിക്കണം. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാ, ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങനെ സഹായകനും വിമോചകനുമാണ്. കർത്താവ് വൈകരുത്. പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, കർത്താവ് എൻ്റെ അവസ്ഥ നീ അറിയണം. കർത്താവിനോട് നീ എൻ്റെ അവസ്ഥ പറ. നീ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? നീ എന്ത് പ്രശ്നത്തിലാണ് പറ, നീ വെളുമയോടെ പറ. കർത്താവ് ഇടപെടുന്നേ ഈശോ പറഞ്ഞിട്ടോ. അതായത് മത്തായിയുടെ സുവിശേഷം 11:25 മുതൽ വചനം നമുക്കറിയാം. 27 തൊട്ട് 29 വചനം നമുക്കറിയാം. അതായത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വരും. നിൻ്റെ പ്രശ്നങ്ങൾ നീ കർത്താവിന് തുറന്നു പറയും. മനുഷ്യരിന്ന് എല്ലാവരോടും തുറന്നു പറയും. നാട്ടിലുള്ള മുഴുവൻ ആളുകളും തുറന്നു പറയാം. അവനൊന്നും യാതൊരു വിഷമവും ഇല്ല, എല്ലാവരോടും പറയും, എല്ലായിടത്തും കാണാൻ പറ്റും. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞ് എൻ്റെ ഈശോ എൻ്റെ അവസ്ഥ ഇതാ, നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തനത്തിൽ 77-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക 15-ാമത്തെ വചനം, അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ, യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു. ദൈവമേ, സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു, അങ്ങയെ കണ്ട് അഗാധം ഭയന്നു വിറച്ചു. അതേ ദൈവമേ, സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു, അങ്ങയെ കണ്ട് അഗാധം ഭയന്ന് വിറച്ചു. വലിയ സംഭവം. കർത്താവിനെ കണ്ടപ്പോൾ സമുദ്രം ഭയന്ന് വിറച്ചു. പറയുന്നത് ചെങ്കടലിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനം പോയി നിൽക്കുമ്പോൾ, മോശയുണ്ട്, ദൈവജനം നിൽക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങ് വരുന്നപ്പോൾ ഈ സമുദ്രം ഭയന്ന് വിറച്ചെന്ന് പറഞ്ഞ് ഭയന്നിട്ട് രണ്ടായിട്ട് മാറുക, ശരിക്കും വേർപെട്ട് മാറുക. പേടിയാ. അതാണ് ക്രിസ്തു വരുമ്പോഴാണ് ബന്ധം അടിയുന്നത്. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പല ബ്ലോക്കാണ്, മുഴുവൻ ബ്ലോക്കാണ്. കാരണം പല കുടുംബങ്ങളും വ്യക്തികൾ പറയും, രാച്ചോ എൻ്റെ വീട്ടിൽ പോകണം, തടസ്സം വെച്ചു, എല്ലാം തടസ്സമാണ്, ശരിയാകുന്നില്ല കർത്താവ്, എല്ലാം തടസ്സമാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, നല്ല കുടുംബജീവൻ നയിക്കാൻ പറ്റുന്നില്ല, മക്കളെ നന്നായിട്ട് പരിപാലിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല, മുഴുവൻ തകർച്ച. കാരണം ദൈവസാന്നിധ്യം കുറഞ്ഞ മക്കളെ, അഭിഷേകം കുറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയേ, ശരിക്കും നമുക്ക് അഭിഷേകം ഉണ്ടോ? അഭിഷേകം പ്രാർത്ഥിച്ച് പരിശുദ്ധമാകുമ്പോൾ നമ്മൾ ശരിക്കും പവർഫുൾ ആയിട്ടുണ്ടോ? ഏലിയായിലുണ്ടായിരുന്ന പോലത്തെ അഭിഷേകം, എലീശായിലുണ്ടായിരുന്ന അഭിഷേകം, ജോഷുവായിലുണ്ടായിരുന്ന അഭിഷേകം, സാമൂൽ പ്രവാചകനുണ്ടായിരുന്ന അഭിഷേകം, പത്രോസിനും പൗലോസിനും നിറഞ്ഞിരുന്ന അഭിഷേകം. ഈ അഭിഷേകം ഉണ്ടെങ്കിലോ നമുക്ക് പോകുന്ന വഴിയിൽ ബന്ധനം കഴിഞ്ഞു പോകും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ധ്യാനം കൊടുത്ത് ഈ അഭിഷേക ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരേ ഒരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവ് നിറയട്ടെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കട്ടെ, സ്വർഗം ഇറങ്ങി നിൽക്കട്ടെ, നീ അരൂപിൽ നിറഞ്ഞ വ്യക്തിയാവട്ടെ. അപ്പോൾ നിന്റെ ജീവിതത്തിലെ ബന്ധനടിയും കേട്ടഴിയും. അതിനുവേണ്ടി ഈശോയെ വേഗം വരണം, വേഗം വന്ന് എന്നെ ശക്തിപ്പെടുത്തണം, എന്നെ അഭിഷേകം ചെയ്യണം, എന്നെ ഉണർത്തണം, എന്നെ ധൈര്യപ്പെടുത്തണം. അപ്പോൾ നീ ആത്മാവ് നിറയുമ്പോൾ നിനക്ക് പേടിക്കേണ്ട, ഒന്നിനും പേടിക്കേണ്ട, ഒരു ശത്രുവിനും പേടിക്കേണ്ട. ഒരു ശത്രുവും
നിൻ്റെ അടുക്കൽ വരില്ല, വരാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ അത് താഴെ പോവും, താഴെ പോകും. നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ആളുകൾക്ക് താഴെ പോകും കാണാൻ പറ്റും. പ്രാർത്ഥിക്കും, എന്താ സംഭവിക്കും? നമ്മളല്ല, ഞാനൊന്നുമല്ല, പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് വരുമ്പോൾ അവൻ തിന്മയുടെ ശക്തി അടിച്ചേർക്കാൻ നിൽക്കാൻ പറ്റില്ല. ഇത് പല കുടുംബങ്ങളും പിശാച് നേരെ നിൽക്കുക, അപ്പനെ ചില പിശാച് നേരെ നിൽക്കുക, അമ്മ ചില പിശാച് നേരെ നിൽക്കുക, ഭാര്യ ചില പിശാച് നേരെ നിൽക്കുക, മകളുടെ പിശാച് വിട്ടുപോകാതെ വിട്ടു നിൽക്കുക, മകളുടെ പിശാച് അവളിങ്ങനെ പിടിച്ചു നിൽക്കുക. കാരണം എന്താ? അമ്മയിൽ അപ്പനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടില്ല. ആ കുടുംബത്തിൽ ഒരാളിലെങ്കിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധനം വിട്ടുപോകും. ഒരാളിലെങ്കിലും ദൈവത്തിൻ്റെ ചൈതന്യം, സ്വർഗത്തിൻ്റെ അഭിഷേകം ഒരാളിലെങ്കിലും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ സാത്താൻ വിട്ടുപോകും. അതുകൊണ്ട് ധ്യാനം കൂടുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, വചനം കേൾക്കും പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനം 70 നമ്മൾ കേട്ട വചനം പവർഫുള്ളായ വചനമാണ്, ഭയങ്കര ശക്തിയുള്ള വചനമാണ്, ജീവനുള്ള വചനമാണ്, പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയുള്ള വചനമാണ്. കർത്താവേ വേഗം വരണമേ, എൻ്റെ വിമോചകൻ അവിടുന്നാണ്, എൻ്റെ രക്ഷകൻ അവിടുന്നാണ്, അങ്ങ് വരണമേ, എന്നെ നിറയണമെന്ന് പ്രാർത്ഥിക്കണം. ഓരോ കുടുംബത്തിൽ ഇന്ന് വിളിക്കണം, ഇന്ന് രാത്രി വിളിക്കണം, അടുത്ത ദിവസങ്ങളിൽ വിളിക്കണം, എന്നും പ്രാർത്ഥിക്കണം. ഒരു ദിവസം മാത്രം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വരുന്നിടം വരെയും കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് വരും, വന്ന് നിൻ്റെ വീട്ടിൽ നിറഞ്ഞിരിക്കും. അപ്പോഴുണ്ടല്ലോ ബന്ധനം വഴി നീ നോക്കണ്ട, നേരം വെളുക്കുമ്പോൾ കാണാം ചില ബന്ധനം കഴിഞ്ഞു പോകുന്ന കാണാം, ചില പൈശാചിക ബന്ധനം തടസ്സങ്ങൾ മാറുന്ന കാണാൻ പറ്റും, രോഗങ്ങൾ വിട്ടുപോകുന്ന കാണാം. ഇഷ്ടം പോലെ അനുഭവമുണ്ട്, ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട്. കർത്താവിന് ഞാൻ വിളിക്കും, വേറൊന്നും ചെയ്യാറില്ല. ധ്യാനാവസരം ഞങ്ങളെല്ലാവരും വിളിക്കും, കർത്താവേ നീ ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം കർത്താവ് ഇറങ്ങി വരിക. പിന്നെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവം. പിന്നെ കർത്താവിനെ കാണുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരിലൂടെ കാണുന്നത്. അവരുടെ ബന്ധനം അടിഞ്ഞു പോകുന്നു, രോഗം സുഖപ്പെടുന്നു, പൈശാചിക ബന്ധനം പാപി ഒന്ന് മാനസാന്തരപ്പെടുന്നു, ഭയങ്കര നിലവിളിക്കുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരിക. അവിടെ നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച് അഭിഷേകത്തിലേക്ക് വരിക. അപ്പോൾ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കും. തിന്മയുടെ ശക്തികൾ, പൈശാചിക ശക്തികൾ നിങ്ങൾ വിട്ടുപോകുന്ന ധാരാളം അനുഭവം ഉണ്ടാകും. വീണ്ടും കാണാൻ പറ്റും, സങ്കീർത്തനം 78-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വചനമുണ്ട്. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നു വിട്ടു, അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു. അതായത് നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന് കാടപ്പക്ഷികളെ കൊടുത്ത് മാംസം കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ശരിക്കും ഒരു കാറ്റടിക്കുക, ഭയങ്കര അഭിഷേകം വരിക, മോശ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു അനുഭവം വരിക, ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹം കിട്ടും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് അതൊന്നുമില്ല. നമ്മുടെ ബന്ധനങ്ങളുടെ നടുവിൽ ദൈവത്തെ വിളിക്കാൻ പഠിക്കുക. ഇന്ന് ഈ തലമുറയുടെ പ്രശ്നം എന്താ? സ്വന്തം കഴിവ്, സ്വന്തം ബുദ്ധി, ഇത് മാത്രം തേടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടെല്ലാം നേടാൻ പോവുക. ഇല്ല മക്കളെ, നേടില്ല. കുറേ നീങ്ങും, കുറേ കഴിയുമ്പോൾ നിന്നു പോകും, ജീവിതം നിന്നു പോകും, കുറേ കഴിയുമ്പോൾ ജീവിതം നിന്നു പോകും എന്ന് കാണാൻ പറ്റും. അസ്വസ്ഥതയാണ്. രാവിലെ സന്തോഷത്തോടെ ഇറങ്ങി പുറത്തോട്ട് പോകും, വൈകിട്ട് വരുമ്പോൾ നിരാശയോടെ കയറി വരുന്ന കാണാൻ പറ്റും. കാരണം ബുദ്ധിയിൽ അന്ധകാരം. അതുകൊണ്ട് എടുത്ത് കളയാം. ഈ ബുദ്ധിയിലുള്ള ചിന്ത നല്ലതാണ്, ബുദ്ധി നല്ല, ദൈവം നിന്ന് പരിശുദ്ധമായ നല്ല ബുദ്ധിയാണ്. പക്ഷേ ഈ ബുദ്ധി കൊണ്ട് നീ ആദ്യം ചിന്തിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച്. എന്താ? ദൈവത്തിന് എതിരായിട്ടല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുക, ദൈവവചന അനുകൂലമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ചിന്തിക്കുക, ധ്യാനിക്കുക. അതാണ് പഠിക്കേണ്ടത്. 2 കോറിന്ത്യർ 4:4 വചനമുണ്ട്, വലിയ ശക്തമായൊരു വചനം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയുള്ള വചനം അത്. അതായത് ഈ ലോകത്തിന് ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു, തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, അവർ കാണാൻ പറ്റുന്നേ ഇല്ല. ബുദ്ധിയിൽ അന്ധകാരം, മുഴുവൻ ഇരുണ്ടിരിക്കുക. അത് തെറ്റായ ബോധ്യങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ചു, പോകേണ്ടതെല്ലാം കണ്ടും കേട്ടും തലയ്ക്കകത്ത് മുഴുവൻ തെറ്റായ ബോധ്യം, അത് ദൈവത്തിനെതിരെ ചിന്തിക്കുക. അതുകൊണ്ട് എന്ത് പറ്റി? തമ്പുരാനും അങ്ങ് അകന്നുപോയി. ഏറ്റവും തന്നെ ആകുക. മക്കളെ ഒരു കാര്യം ഓർത്തു, സുവിശേഷം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. പാപി അവസാനം ഒറ്റപ്പെടുന്ന പറയുന്നത്. പാപിക്ക് ആരുമില്ലാതാകുമെന്നാ പറഞ്ഞത്. പാപത്തിന് അടിമവേല ചെയ്യുന്ന അവസാനം അവൻ ആരുമില്ലാതാകും. അപ്പനും ഇല്ല, അമ്മയും ഇല്ല, ഭാര്യയില്ല, മക്കളും ഇല്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, ബന്ധുക്കളും ഇല്ല, ദൈവം പോലും ഇല്ലാത്ത അവസ്ഥ വരുന്ന അവസ്ഥ. അതാണ് സാത്താൻ്റെ ബുദ്ധി. അതാണ് അവൻ്റെ വളഞ്ഞ ബുദ്ധി. അതാണ് നിന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത്, നിന്നെ ഒറ്റയാക്കുക. ശരിക്കും പറഞ്ഞ് നമുക്കറിയാം, ആദ്യത്തെ ഹവ്വായും പർദീസായി നിന്ന് പുറത്താക്കുന്ന പിശാചിൻ്റെ ഭയങ്കര ബുദ്ധി എന്തായിരുന്നു? ശരിക്കും പിറ്റേ ദിവസം വരെ അവർ ഒറ്റയായി. ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവവും ഇവരും തമ്മിലുള്ള ബന്ധം വേർപെടുത്തി കൊടുത്തു. അതാണ് അവൻ ചെയ്ത പരിപാടി. അവൻ്റെ പരിപാടി ഇതാ, പാപം ചെയ്യിച്ച് ദൈവവും മനുഷ്യൻ നമ്മളുടെ ബന്ധം വേർപെടുത്തി, ദൈവബന്ധം വേർപെടുത്തി കൊടുത്തു. അവൻ ചെയ്ത പുണ്യതാ. അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ പലരും അനുഭവിക്കുന്ന അവസ്ഥ, ഈ തകർച്ച മുഴുവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എങ്ങനെയെങ്കിലും നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് ദൈവബന്ധത്തിലേക്ക് തിരിച്ചു വാ. എങ്ങനെയെങ്കിലും പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് അടുത്തു വാ. എങ്ങനെയെങ്കിലും ദൈവമേ എന്ന് വിളിച്ച് നീ തമ്പുരാൻ്റെ സ്വന്തമാകുക. എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ ഭവനത്തിൽ കയറിപ്പറ്റാൻ നോക്ക്. എങ്ങനെയെങ്കിലും നിൻ്റെ ഹൃദയം കൃത്യമായിട്ട് ചേരട്ടെ. എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവ് നിറയാൻ നീ ശ്രമിക്കുക. വചനം വായിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. നിന്റെ ബന്ധനം അടിക്കാൻ പോകുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം വരിക. പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് ഇപ്പോൾ തന്നെ ഈ നിമിഷം നിന്നിലും നിൻ്റെ കുടുംബത്തിലും കർത്താവ് വരാൻ പോവുക.
ഉന്നം വച്ച വൈരി സകല കെട്ടുവഴിക്കണം കർത്താവേ. അഭിഷേകം കണ്ണിൻ മുന്നിൽ പതറാതെ ഉന്നം വച്ച വൈരീൻ കണ്ണിൻ മുന്നിൽ പതറാതെ കൺമണി പോ കാക്കും കരങ്ങളാ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങളാ നിന്നെ മൂടി മറച്ചില്ലേ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. സ്വാതന്ത്ര്യം കൊടുക്കണം കർത്താവേ. വേദനിക്കുന്ന മക്കളുടെ, ആരോഗ്യമില്ലാത്തവരുടെ കർത്താവ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈശോയോട് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മക്കളും കർത്താവെ തുടരണം കർത്താവെ. ഈശോയെ തുടരണം കർത്താവെ. നിന്റെ സാന്നിധ്യം കൊണ്ട് അവർ തുടരണം കർത്താവെ. നിന്റെ ആണിപ്പുള്ള കൈകൾ നിന്റെ അവർ അനുഗ്രഹിക്കണേ കർത്താവെ. കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കാൻ വേഗം വരണേ കർത്താവെ. തകർന്നു പോകാൻ പോകുന്ന കുടുംബങ്ങളിലേക്ക് ഓടിച്ചെല്ലാം കർത്താവ്. തകർന്നു പോകുന്ന ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണം കർത്താവ്. ആ സാത്താന്റെ പിടിയിൽ കഴിയുന്ന വ്യക്തികൾക്ക് കർത്താവെ അങ്ങ് കൈനീട്ടി തന്റെ ശക്തികളെ അവർക്ക് ബഹിഷ്കരിക്കണം കർത്താവെ. സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്ന അഴിയട്ടെ. കൃപയുടെ അഭിഷേകം സാത്താനെ കട്ടഴിയട്ടെ കർത്താവെ. നിന്റെ പ്രത്യേകമായ സംരക്ഷണപ്പെടുത്തണമേ. സാത്താന്റെ പിടിയിൽ മോചനം പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ മോചനം പ്രാപിക്കട്ടെ. വസ്തുക്കൾ മോചനം പ്രാപിക്കട്ടെ. മാതാപിതാക്കൾ, മക്കൾ, പ്രിയപ്പെട്ടവരെല്ലാം മോചനം പ്രാപിക്കട്ടെ കർത്താവെ. നിന്റെ വിരിച്ച ചെറുകൾക്കുള്ളിൽ അവരെ സംരക്ഷിക്കണം കർത്താവെ. ഇരു കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണം കർത്താവെ. വാരി പുണരണം കർത്താവെ. ദൈവമേ, ശത്രുക്കളുടെ മുന്നിൽ പതറാതെ പ്രശ്നങ്ങളുടെ നടുവിലാണ് കർത്താവേ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ദൈവമേ, തകർച്ചയുടെ നടുവിലാണ് കർത്താവേ ഞങ്ങൾ നിൽക്കുന്നത്. കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോ കാക്കും കരങ്ങളാ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങളാ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. രോഗങ്ങൾ അടിയട്ടെ, കട്ടടിയട്ടെ. ഭാവവിശ്വാസം കട്ടടിയട്ടെ. കഴിഞ്ഞു പോകട്ടെ. തിരിച്ചവരുണ്ട്. പൊതിയണം കർത്താവ്, പൊതിയണം.